ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് വിളവെടുപ്പുമായിട്ടാട്ടോ. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. നമ്മൾ നട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് നടുന്നത്. നട്ട് വളർത്തി പൂവിട്ട് കായ ഉണ്ടായി അത് വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ വിളവെടുപ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? കുറേ പേർക്ക് വിളവെടുപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നടണം എന്നുള്ളൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വിളവെടുപ്പ് എല്ലാം നിങ്ങളൊന്ന് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വിളിച്ചാൽ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വിളവെടുപ്പ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഒരു ഉല്ലാസം, മാനസിക ഉല്ലാസം, ഒരു പോസിറ്റീവ് എനർജി കൂടിയാണല്ലോ. അപ്പൊ വരി നമുക്ക് ഒന്നിച്ച വിളവെടുക്കാലോ. ഞാനേ തക്കാളി വിളവെടുക്കാൻ പോവുക കേട്ടോ. ഫസ്റ്റ് തന്നെ തക്കാളിയാ. തക്കാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളവെടുക്കുന്നത് കാണാൻ. ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ തക്കാളി പഴുത്തിട്ട് കാക്കച്ചി ഞങ്ങൾ ഇവിടെ പറയാം, അങ്ങനെ പറക്കുക, അങ്ങനെ കൊത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ? ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്ത്, കവറൊക്കെ മേലെ വെച്ചതേ ഉള്ളൂ കാണണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഞാൻ പ്ലാസ്റ്റിക് പിന്നെ തുണി കൊണ്ടൊക്കെ മൂടിപ്പോയതേനിന്ന് പറക്കുന്നതിന്. എന്താ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ തക്കാളിയൊക്കെ വിളവെടുക്കുമ്പോൾ രസാ. ഫുള്ള് ഒരു ഇതായി കളറും ഒക്കെ അങ്ങ് പറിക്കുക. കാരണം ഞാൻ നോക്കിയോണ്ടിരിക്കേണ്ടി വരും, കാക്ക വന്നിട്ട്. എന്താ ഇവിടെ ഒക്കെ ഉണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. ഇതാ നല്ല ഉരുണ്ട വലിപ്പമുള്ളതാ. ഞാനിത് നട്ടത് എങ്ങനെ അറിയോ? പിന്നെ കരിയില കമ്പോസ്റ്റ്, വെറും കരിയില തന്നെ, കുറേ കരിയുടെ കൂത്തി നിറച്ച് സിമെന്റ് ചാക്കിൽ നിറച്ചിട്ട് പിന്നെ കുറച്ച് മണ്ണിട്ട് പിന്നെ അതങ്ങ് അമരുമ്പൊക്കെ കരിയില കമ്പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഉണ്ടാക്കിയതാ. ഞാൻ പൈസ എടുത്തിട്ട് ചില്ലിക്കാശ് മുടക്കിയില്ല ഇതിനൊന്നും. ഈ തൈ ഉണ്ടാവാൻ എങ്ങനെ ഞാൻ ചെയ്തെന്താണെന്നറിയോ? തൈ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അതും എൻ്റെ കമ്പോസ്റ്റും തന്നെയാ മുളച്ചിങ് വന്ന്. അതിനും പൈസ ആയിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച അങ്ങനൊക്കെ നടക്കൂട്ടോ. ഇത് ഞാൻ ചതുരപ്പയർ പറിക്കുന്ന കേട്ടോ. ചതുരപ്പയർ കാണാത്തവർ കുറേ പേരുണ്ട്, എന്നോട് ചോദിക്കും ഇത് എന്താണ് നോക്കതാ. ചതുരപ്പയർ സീസൺ ഇങ്ങോട്ടായാൽ നമ്മൾ ദിവസേന പറിച്ചോളണം. ഇതൊക്കെ കുറച്ച് താമസിച്ചാൽ മൂത്താൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റൂല. അത് പിന്നെ വിത്താക്കാനേ പറ്റുള്ളൂ. ഇത് ഒരു ചെടി ഉണ്ടായാൽ മതി ഒരാൾക്ക്, എന്നാൽ പിന്നെ നിൽക്കാതെ വിളവെടുത്തോണ്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ ആ വേര് അടിയിലുള്ളൊരു കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങ് പിന്നെ പൂർവാധിക ശക്തിയോടുകൂടെ മുളച്ച് വന്നിട്ട് പുതുമഴയ്ക്ക് വീണ്ടും ചെടി അങ്ങനെ മുളച്ച് വന്നതാ. ഇത് ഞാൻ നട്ടതല്ല, അത് നട്ട് 4-5 കൊല്ലം മുമ്പ് നട്ടതാ. ഇതെന്താ അറിയോ? ഇതാണ് നിത്യവഴുതന. നിത്യവഴുതന കാണാത്തവർ കുറേ പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരിൽ. ഇതാണ് നിത്യവഴുതന എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് വിത്ത് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിത്യവഴുതന വിളവെടുക്കുന്നില്ല, കാരണം ഒരു പെരുക്കില്ല, ഉണ്ടായി വരുന്നേ ഉള്ളൂ, തുടക്ക. അപ്പോൾ ഞാൻ ഇതവിടെ നിന്നോട്ടെ, വിത്താക്കാൻ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കോവക്ക ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കോവക്ക നമുക്ക് പച്ചെണ്ണ ചെയ്യാം. ഞാൻ ബീൻസ് 2-3 പ്രാവശ്യം വിളവെടുത്തതാ. ബീൻസ് വേഗം നമുക്ക് വിളവെടുക്കാൻ ഉണ്ടാവും കേട്ടോ. നോക്കി ബീൻസ് ഉണ്ടായത് നോക്കി, എന്താ ഉഷാറിൽ ബീൻസ് ഉണ്ടായത്. ഇത്രക്ക് ഇങ്ങോട്ട് ഉണ്ടാവും. ഇതൊക്കെ ഒത്ത ടൈമാ. ഇതിനും വലുതായാൽ എന്താണെന്നറിയോ? മൂത്ത് പോയാൽ നമുക്ക് തോരൻ വെക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കൊലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് കുറേ അങ്ങോട്ട് നട്ടുപിടിപ്പിച്ചാലേ നല്ല സുഖമാണ്, നമുക്ക് തോരൻ ദിവസം വെക്കാൻ ഉണ്ടാവും. ഇളമയാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാ. ഞാൻ ബീൻസ് നട്ട് ഈ ചാക്കിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് കണ്ടോ, ഇതിലൊക്കെ ഉണ്ടായത്, ഇവിടെ ഉണ്ടായത് കണ്ടോ? ഇവിടെ തൂങ്ങി നിറച്ചും ഉണ്ടായിരുന്നു. ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കേട്ടോ. ഞാന്
കാബേജ് വിളവെടുക്കുക കേട്ടോ. അത് അടിപൊളി കാബേജാ. ഈ കാബേജിന്റെ തൈ എനിക്ക് കിട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇതിന്റെ മുമ്പ് കാബേജ് വിളവെടുത്തപ്പോ കുറ്റി ഇവിടെ വെച്ച് നോക്കുക, കുറ്റിന്ന് കണ്ടോ തൈ ഉണ്ടായി. ഈ തൈ നമ്മൾ പിരിച്ചു കുഴിച്ചിട്ടാൽ കാബേജ് ഉണ്ടാവും. അങ്ങനെ കുഴിച്ചിട്ടതാണ് ഇതല്ല, അങ്ങനെ ഉണ്ടായതാ. ഇത് കണ്ടോ അല്ല അടിപൊളി കാബേജ്, ഉഷാറായിട്ടുണ്ടായി. ഇത് സിമന്റ് ചാക്കില് കരിയിലിട്ട് ഉണ്ടാക്കിയതാ ഇത്. ഞാൻ വിളവെടുക്കട്ടെ. മാഷാ അല്ലാ, നല്ലൊരു കാബേജ്. നമ്മൾ സൂപ്പർ കാബേജ്. ഈ ലീഫൊക്കെ അല്ലേ, ഇതൊക്കെ നമുക്ക് വേണേ തോരൻ വെക്കാം. അപ്പൊ തോരൻ എനിക്ക് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് തോരൻ വെക്കുന്നില്ല. അത് വളയിക്കോട്ടെ, ഇവിടെ തന്നെ അങ്ങ് എടുക്കും. എന്നിട്ട് ഈ കുറ്റി ഇവിടെ വെക്കുക. ഈ കുറ്റി ഇവിടെ ഇതാ, കുറ്റി കണ്ടോ, ഇതിവിടെ വെച്ചാൽ ഇതിൻ്റെ ചുറ്റും ഇനി നിറയെ തൈകൾ വരും. അങ്ങനെ ഞാൻ കാണിച്ചു തന്നല്ലതാ, ഇതുപോലെ തൈകൾ ഇങ്ങ് വരും. കാബേജിന്റെ പ്രത്യേകതയാണ്. കോളിഫ്ലവറും അങ്ങനെ തന്നെയാ കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി ഏലം വിളവെടുക്കുക. ഈ ഏലം വിളവെടുക്കുന്നത് കണ്ടില്ലേ എൻ്റെ ഏലം? ഇത് കുറേ പേര് ഏലം കാണാത്തവരുണ്ട് പോലും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഓരോന്നാണല്ലോ വിളവെടുക്കേണ്ടത്. ഇതാ ഇങ്ങനെ ഞാൻ എന്താ ചെയ്തെന്നറിയാം, ഇതിങ്ങനെ വെട്ടലായിരുന്നു ഇത്രയും കാലം. ഞാൻ അങ്ങനെ ചെയ്ത് ഇപ്പം ഞാൻ ചാനൽ തുടങ്ങി എൻ്റെ വിളവെടുപ്പ് ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ വിളവെടുത്ത് ഈ ഏലം വിളവെടുപ്പ് ഇടുക്കിക്കാർ കണ്ട്. അപ്പം അവർ പറഞ്ഞു ഇങ്ങനെയല്ല വിളവെടുക്കേണ്ടത്, ഈ ഒരു സാധനം പൊട്ടിച്ച് കളയരുത്, ഇതിന്മേൽ തന്നെ ഇനിയും വിളവ് ഇങ്ങനെ പൂവിടും കായ ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പം ഞാൻ പരീക്ഷണമല്ലേ, അപ്പോൾ ഞാൻ അവിടെ വെക്ക്, ഞാനും അവർ പറഞ്ഞ പോലെ വിളവെടുക്കുന്നത്. ഇതാ ഇങ്ങനെ വിളവെടുത്താൽ, ഇങ്ങനെ വിളവെടുത്താൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതുകൾ പണിയെടുക്കണ്ട, ഇനി അങ്ങ് ഉണക്കിയാൽ മതി. ഇപ്പം പച്ച ഏലം കാണാത്തവർ കുറേ പേരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ. അവർക്ക് വേണ്ടിയാ ചെടിയും ഇതാട്ടോ, കണ്ടോളൂ. ഇന്നലെ എൻ്റെ ചാനലിൽ ഞാൻ ശരിക്കും നടിയിലൊക്കെ ഞാൻ കാണിച്ചതാ. ഇത് 2 തരം ഏല ഉണ്ട്. നിലത്തൂടെ പടയിരുന്ന ഏല ഉണ്ട്. ഇതാ ഇത് നിലത്തൂടെയല്ല, ഇത് കുറച്ച് പൊങ്ങിയിട്ട് നമ്മൾ വിളവെടുക്കാൻ സുഖമാണ്. കുനിഞ്ഞിന്നായിട്ട് വിളവെടുക്കണ്ട. ഏലത്തിൻ്റെ വില നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. എന്താ വില, ഒരു നുള്ളിന് 100-ൽ കുറഞ്ഞ് നമുക്ക് കിട്ടൂല. ഇതിന് എന്തെല്ലാം ആവശ്യത്തിന് ഏലം വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഏലം കാപ്പി കുടിക്കുമ്പോൾ ഏലം പൊടിച്ചിടല. പിന്നെ അപ്പത്തിന്, പായസത്തിന്, ബേക്കറി എല്ലാത്തിനും വേണോ. പക്ഷെ നമ്മൾക്ക് ഇതുണ്ടല്ലോ, ഒരു ഏലം വായിലിട്ട് ഇങ്ങനെ നടന്നാലുണ്ടല്ലോ ഏറ്റവും ബെറ്റർ. വായിനാറ്റം ഉണ്ടാവില്ല ഒരേല ഇങ്ങനെ. ഇത് പച്ചയാ, ഇത് ഇനി ഉണക്കണം. ഇതിന് മെഷീനൊക്കെ ഉണ്ട് ഉണക്കാൻ കേട്ടോ. അപ്പോൾ ആ മെഷീനിൽ ഉണക്കിയാൽ ഇത് ഉണങ്ങിയാലും പച്ച കളർ നിൽക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് തന്നെ. എനിക്ക് പിന്നെ അങ്ങനെ അവിടെ ഒന്നും കൊണ്ടുപോയി ഉണക്കാനൊന്നും കഴിയില്ല. ഇത് വിൽപ്പനക്കൊന്നുമല്ല, വീട്ടിലാവശ്യം. പിന്നെ വീട്ടിലെ കുടുംബക്കാരില്ലാത്തവർക്ക് കുറച്ച് ഒരു പിടി കൊടുക്കും. ഒരു പിടി മതിയല്ലോ, നമുക്കൊരു കൊല്ലം നിൽക്കും. ഏലം കാണാത്തവർക്ക് ശരിക്കും ഒന്ന് കാണാൻ. കണ്ടോ, ഇതാണ് പച്ച നല്ല മൂപ്പെത്തിയ ഏലം. ഒരു കപ്പ നട്ടിരുന്നു ഇവിടെ. ഇതാ പോയിട്ടുണ്ട്, ഉഷാറിലുണ്ടായിട്ടുണ്ട്. ഇതാ അടിയിലും മേലെയും ഒക്കെ ആയിട്ട്. നോക്കട്ടെ ഉണ്ടോന്നുള്ളത്. ആദ്യം ഒന്ന് വലിച്ചു നോക്കട്ടെ കിട്ടുമോ. വെണ്ടയാ, വെണ്ടയൊക്കെ ഉണ്ടാവൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നിറയെ പൂക്കളാ. വെണ്ട ദിവസം നിറച്ച് പൂ വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ. ഇപ്പൊ നമുക്ക് വെണ്ട ആയാലും ശരി വേഗം വിളവെടുക്കണം, അല്ലെങ്കിൽ അത് മൂത്ത ഒന്നിന് പറ്റും. ഇതൊക്കെ നിറച്ച് പൂവാ. ഇവിടെ വെണ്ടല് ഇമനൊന്നുണ്ട് തോന്നി, നേരത്തെ ഞാൻ നോക്കിപ്പോയിനി. ഇതിലും പൂവാ കണ്ടോ, പൂവിട്ട് ഉഷാറായത്. ഇതാ ഒരു വെണ്ട ഇവിടെ. ഇത് വേറൊരു ഇനം വെണ്ടയാ, നല്ല കൊഴുപ്പുള്ള സൈസ്. നമുക്ക് സാമ്പാർ വെക്കാനേ 2 വെണ്ട മതിയല്ലോ. അതിനൊക്കെ നമ്മൾ അടുത്തുണ്ടെങ്കിൽ സൂപ്പർ സുഖ. ഇത് കണ്ടോ, ഇത് എൻ്റെ കപ്പ ചാക്കിൽ നട്ടതാ. നോക്ക്, നല്ല കപ്പ ചാക്ക് നട്ടത് കണ്ടോ. എൻ്റെ വെള്ളപ്പൂവ് ജമന്തി എന്ന് ഓരോരുത്തർ പറയുന്നത്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, ഞാനങ്ങ് നട്ടതായിരുന്നു. നിറച്ച് മൊട്ടുണ്ടായത്, അതിലൊക്കെ മൊട്ട. ഞാൻ വെട്ടിക്കളാൻ വെച്ചതിന് പൂവിട്ടായിരുന്നു. നോക്കുമ്പോൾ ഒപ്പം പൂവിട്ട്. എന്താ
എന്താ അടിപൊളി. ഇതൊക്കെ എൻ്റെ ബാൾസാട്ടോ, റോഡ് സൈഡിലുള്ള ബാൾസം, പലതരം കളറിലുള്ള. ഇവിടെ വേറൊന്ന് കണ്ടോ, ഇത് ഞാനങ്ങ് നട്ടുവെക്കാ, റോഡ് സൈഡല്ലേ, എല്ലാവരും ആസ്വദിച്ചോട്ടെ, സ്കൂൾ പോകുന്ന ആൾക്കാരും ഒക്കെ ഒന്ന് ആസ്വദിച്ചോട്ടെ വിചാരിച്ചു. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കാബേജ് വളർന്നു വരുന്നുണ്ട്. പച്ചമുളക്, നീളമുളക് ആവുന്ന ഇങ്ങോട്ട് പറിച്ചു കൊടുത്താൽ ചെടിക്കും ഒരാശ്വാസം, വീണ്ടും പൂവിടാനൊക്കെ. നമുക്ക് പറിക്കാൻ മടിയായിട്ട് നിന്നിട്ട് കാര്യമല്ല, അത് പറിച്ചു കൊടുക്കണം. ഇനിയുണ്ട്, ഇത് ചെറിയ ചെടിയാ, മൂത്തത് ഇങ്ങോട്ട് പറിച്ചെടുക്കുക. നമുക്കുള്ളപ്പോൾ ഫ്രഷ്, നമുക്ക് ആവശ്യം വരുന്നത് മാത്രം പുറത്തിറങ്ങിയിട്ട് അങ്ങ് പറിച്ചാൽ എന്താ സുഖത. ഇതൊക്കെ പറിക്കായിട്ട് പഴുത്തുപോയി കണ്ടോ, അതൊക്കെ പഴുത്തു കേട്ടോ. എനിക്ക് അങ്ങനെ ചെടിമേൽ കണ്ടുകൊണ്ടിരിക്കാനാ ഇഷ്ടം, വിളവെടുക്കുന്നതല്ല. പിന്നെ വിളവെടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഉണ്ടാവൂല രണ്ടാമത്, അപ്പൊ പറിച്ചേ പറ്റൂ. ഏതായാലും നമ്മൾ വിളവെടുക്കാൻ പുറത്തിറങ്ങിയതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു കറിവേപ്പില അങ്ങ് എടുക്കട്ടെ. കറിവേപ്പില, എൻ്റെ കറിവേപ്പില അതുണ്ടോ ഉഷാറായത്, ഒക്കെ വെട്ടിക്കൊടുത്ത് നേരാക്കി നിർത്തുന്ന. ഇതെന്റെ റംബൂട്ടാൻ. ഇത് വെട്ടാൻ കാരണം തന്നെ റംബൂട്ടാൻ ഒരു ശ്വാസം കിട്ടിക്കോട്ടെ, എങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, തടസ്സാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടി വെട്ടിക്കൊടുത്തുക. കറിവേപ്പില എനിക്ക് വേറെ ഉണ്ട്, അപ്പം അതവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച്. അടിയാകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഇത് ആണ് എൻ്റെ ചൈനീസ് ഓറഞ്ച്. ഒരു ചെടി ഒരു വീട്ടിൽ വേണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ വിരുന്നുകാർ വന്നാൽ പേടിക്കേ വേണ്ട. വിരുന്നുകാരോട് വർത്താനം പറഞ്ഞ ഇടയ്ക്ക് പോയിട്ട് ഒന്ന് വിളവെടുക്കുക, പറിച്ചെടുക്കുക, പൊട്ടിക്കുക, മിക്സിയിലിടുക. ഏതൊക്കെ പഞ്ചസാര, ഇത് ഇഞ്ചി, മിൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിന, അതും കൂടി എന്തൊരു ടേസ്റ്റ് ഉള്ളതെന്ന് അറിയത്. ഇതെന്താണെന്നറിയോ, ഇതാണ് ചീരച്ചേമ്പ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവൂലേ, ചീരച്ചേമ്പോ എന്നൊക്കെ. ചിലവർ ആദ്യമായിട്ട് കേൾക്കുന്നവരാ, പിന്നെ കുറച്ച് ആൾക്കാരാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് അതിൻ്റെ തോരൻ വെച്ചാൽ കേട്ടോ. ഇത് ചേമ്പിൻ്റെ ഇലൻ്റെ ഷേപ്പ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ ഇതിന് ചീരച്ചേമ്പ് എന്ന് പേരിട്ടത്. സംഭവം ചീരവർഗത്തിൽ പെട്ടതാ. ഇതിന് വിത്തുണ്ടാവൂല, ഇതിൻ്റെ തണ്ടും ഇലയാ ഭക്ഷ്യയോഗ്യം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും ഇത് ചൊറിയില്ലേ എന്നുള്ളത്. എന്നാൽ ചൊറിയില്ല എന്ന് മാത്രമല്ല, നല്ല ടേസ്റ്റുമാണ്. ഇത് വിത്തില്ലാതെ എങ്ങനെ പുതിയ ചെടികൾ ഉണ്ടാവും എന്ന് ചിലർക്കൊക്കെ സംശയം. അതിന് അടിയിൽ കണ്ടോ, വേര് നിന്ന് പൊട്ടി മുളച്ച് തൈ വരും. എന്താ അങ്ങനെ വരുന്നതാ. അപ്പം ഞാൻ ചീരച്ചേമ്പ് വിളവെടുക്കട്ടെ, തോരൻ ഉണ്ടാക്കാം. ഇന്ന് വിളവെടുപ്പ് മാമാങ്കോ വെല്ലം എടുത്ത് വെച്ചാലേ, എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ചധികം അങ്ങോട്ട് എടുക്കും. ഒരു കുടുംബത്തിന് 3 എണ്ണം മതി, കാരണം ഈ തണ്ടും എടുക്കൂ ഇലയും എടുക്കൂ. അപ്പം വെറും 3 എണ്ണം മതി, വെറുതെ പറിച്ച് കളയണ്ട, നമ്മളെ ആവശ്യത്തിനുള്ളതല്ലേ, കളയണ്ട. മഞ്ഞായത് തെരഞ്ഞു പിടിച്ചിട്ട് എടുക്കുക. അങ്ങനെ ഞാൻ മത്തം വള്ളിയൊക്കെ ഇതിലൂടെ ഒക്കെ പടർന്നിരുന്നു. അങ്ങനെ മത്തം വള്ളി ഇനി വേണ്ട, ഇവിടെ കൂടി പാമ്പ് വരും വിചാരിച്ച് പേടിച്ച് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. സർപ്രൈസ് ആയിട്ട് നോക്ക്, ഒരു മത്തന് അടിപൊളി കണ്ടോ. അറിയോ, ഇതാണ് ചായമൻസ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈറ്റമിൻ സാധനമാണ്, ഔഷധ ഗുണമുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ കഴിക്കണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചൂറ്റിയിട്ടേ കഴിക്കാൻ പറ്റൂ. കുറച്ച് റിസ്ക്, അതുകൊണ്ട് ആരും ഇതങ്ങനെ കഴിക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ വിളവെടുത്തത് കണ്ടല്ലോ, ഓരോന്ന് ഞാൻ വിളവെടുക്കുന്നത് കണ്ടല്ലോ. വിളവെടുത്ത് ഇങ്ങനെ നിരത്തി കാണാൻ എന്ത് രസാന്നറിയോ, അടിപൊളിയാട്ടോ. ഇങ്ങനെ നിരത്തി നമ്മൾ കൊണ്ടുവച്ച് കാണാൻ. അപ്പോൾ ഞാൻ വിളവെടുത്ത് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. എന്താ ചതുരപ്പയർ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റുള്ള സംഭവമാണെന്നറിയോ. ഇതാണ് ബീൻസ്. വെണ്ട പിന്നെ ആയി വരുന്നേ ഉള്ളൂ, നമുക്ക് സാമ്പാറിന് ഇടാൻ കൊഴുപ്പിനിടാൻ മാത്രമുള്ളത് കിട്ടിയുള്ളൂ. കാബേജ്, എൻ്റെ പ്രിയപ്പെട്ട കാബേജ്. ഇത് പച്ചമുളക്, പിന്നെ കറിവേപ്പില ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുത്തേ ഉള്ളൂ. ഇത് കപ്പ, പിന്നെ ചൈനീസ് ഓറഞ്ച് മഞ്ഞ ആകുന്ന ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാ. ഇത് തക്കാളിന്റെ കൂട്ടത്തില് ഒരു കുഞ്ഞി തക്കാളി ഉണ്ട്. ഇത് ഏലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിസ്സാരക്കാരനല്ല കേട്ടോ. ഇത് മൊത്തത്തിനേക്കാൾ എത്രയോ 10 ഇരട്ടി വില അതിന്, ഏലത്തിന്
അപ്പൊ ഏലോ 2 തരം ഏല ഉണ്ടായിരുന്നു ഇവിടെ, 2 തരം ഇതിലുണ്ട്. ഉരുണ്ട ഉണ്ട്, ഉണ്ട്. ഈ ഉരുണ്ടത് നിലത്തൂടെ ഇങ്ങനെ ഉണ്ടാവുന്നതാ, നിലത്തൂടെ ഇങ്ങനെ അതിന്റെ ഇത് പോയത് പൂവൊക്കെ, അതുകൊണ്ട് കുറച്ചൊരു കളറ് മാറ്റം. പിന്നെ ചായ മനസ്സ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, കാരണം കൂടുതൽ വേണ്ട. ഇതും അതുപോലെ തന്നെ ചീരച്ചേമ്പ് കുറച്ച് എടുത്തുള്ളൂ. അപ്പോൾ ഇനിയുണ്ട് ഇതാ. ഇതന്നെ ജാതിക്ക. ജാതി എന്തിനാ പറ്റുകയെന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പൊ ജാതി നമുക്ക് ബിരിയാണിക്ക് മസാലക്കൊക്കെ. ഇതാ എൻ്റെ മത്തൻ പറയാൻ വിട്ടുപോയിട്ടോ, ഇതാ എൻ്റെ പ്രിയപ്പെട്ട മത്തന്. അപ്പൊ എൻ്റെ വിളവെടുപ്പ് കണ്ടല്ലോ മൊത്തം. അപ്പൊ എൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ വ്യക്തമായി ഓരോന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കൃഷി എടുക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാട്ടോ. കാരണം ഇതെല്ലാം കണ്ടിട്ട് ഒരു പച്ചമുളകെങ്കിലും നട്ടാൽ ഞാൻ അത്ര ഹാപ്പി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരോടും അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ വിളവെടുപ്പ് പച്ചമുളക്, കപ്പ, ചായമൻസ, ചീരച്ചേമ്പ്, ബീൻസ്, ചതുരപ്പയറ്, തക്കാളി, കാബേജ് ഒക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാബേജ് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. ഏലം, ചൈനീസ് ഓറഞ്ച്, ജാതിക്ക, ചീരച്ചേമ്പ് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തന്നതാ.